കണ്ണടച്ചു പാലുകുടിക്കാനിരിക്കുന്ന ചെന്നിത്തലയ്ക്കു നേരെയാണ് ഐസക്കിന്റെ അടുത്ത ചോദ്യം. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൻ്റെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചപ്പോഴേ എനിക്കത് പൂർണ്ണ ബോധ്യം വന്നത്. 10 പേജുള്ള റിപ്പോർട്ടിൽ 9 പേജ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് 45 ദിവസം എടുക്കാം എന്നുള്ളതിൻ്റെ ന്യായവാദങ്ങളാണ്. എന്നിട്ട് ബാക്കി ഒരു പേജിൽ ആകെ ഒരു സെന്റൻസാണ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത്. ബാക്കി ഒരു വരുന്നില്ലെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇന്നലെ ഞങ്ങൾ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ഞങ്ങൾ ഇന്ന മന്ത്രി കൈക്കൂലി മേടിച്ചെന്ന് ഞങ്ങൾ പ്രതികരിക്കണ്ടെന്ന് പല മന്ത്രിമാർക്കും കൊടുത്തു എന്നുള്ള പറയുന്നത്. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ സമൻ ചെയ്യുന്നു. എന്നിട്ട് ഇവരോട് ചോദിക്കുക, അനുപരി ഇവരെ വെറുതെ വിട്ടിട്ട് നിങ്ങൾ ഇവരോട് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ബിജു രമേശൻ പറഞ്ഞത്, ഞങ്ങളെ വിലപേശയാണ്. ഇതൊക്കെ കേട്ടാൽ മധ്യമന്ത്രിക്ക് ഇരിപ്പുറയ്ക്കുമോ? പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മെസ്സേജ് കൊടുത്തു എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഐസക്കെ, ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇത്രയും ബാർ ഹോട്ടലുകൾ അടച്ചുപൂട്ടാനും മദ്യനയം ആവിഷ്കരിച്ചതും. മനസ്സിലാക്കണം. അതുകൊണ്ട് SLBCയുടെ മുമ്പിലേക്ക് മുഖ്യമന്ത്രി ഒരു നിവേദനം അനൗൺസ് ചെയ്ത് കൊടുത്തുവിട്ട് ഒരു മെസ്സേജ് കോടതിക്ക് കൊടുത്തത് ആര് വിശ്വസിക്കാനാ? ഐസക്കെ, ആര് വിശ്വസിക്കാനാ? അടുത്തത് മുഖ്യമന്ത്രിയുടെ ഊഴമാണ്. നിങ്ങൾ റെഗുലറൈസ് ചെയ്യുമ്പോൾ ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നോ? ബഹുമാനപ്പെട്ട ഐസക്ക് പറഞ്ഞേ ഇല്ലല്ലോ, ഇല്ല. പുതുക്കി കൊടുക്കുമ്പോ അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ ഞാൻ പറയുന്നില്ല. പുതുക്കി കൊടുക്കുമ്പോ അതിന്റെ നിലവാരങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഓരോ വർഷവും പുതുക്കി കൊടുക്കുന്നതിനകത്ത് അതിൻ്റെ പിന്നിലുള്ള താല്പര്യമൊന്നും അങ്ങില്ലെന്ന് പറയുമ്പം സാറ് ഓരോ വർഷവും വേണ്ട സ്ഥിരമായിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയത്തില്ല. എനിക്കറിയാൻ മേലാത്തൊരു കാര്യവും ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പം സാർ ചില സത്യങ്ങൾ ഒരിക്കൽ പുറത്തു വരുമെന്നുള്ളത് മറക്കരുത്. സാർ 418 ബാറുകൾ റെഗുലറൈസ് ചെയ്ത് അതിന് യോഗ്യതയില്ലെന്ന് CNAG കണ്ടെത്തി. അതിനെ തുടർന്നാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസിന് ഒരു ഗൈഡ് ലൈൻ അല്ലേ അത്? ഒരു ഗൈഡ് ലൈൻ അതല്ലേ? ഇനി മറിച്ചെന്തെങ്കിലും എഴുതി കൊടുത്താൽ നമ്മുടെ ഉദ്യോഗം കാണുമോ? അപ്പോഴതുകൊണ്ട് ഇതൊന്നും മര്യാദയായിട്ടുള്ള നിലയിൽ അന്വേഷിക്കേണ്ടതില്ല. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് എഴുതി കൊടുത്തത് മുഖ്യമന്ത്രി മാണി കുറ്റക്കാരനാകും എന്ന് പറയുമെന്ന് ധരിച്ചിട്ടാണോ? അത് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. എൻ്റെ സ്നേഹിതൻ ധനകാര്യമന്ത്രി ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഇത് വിജിലൻസ് അന്വേഷണത്തിന് വിധേയനായിരിക്കുന്ന ധനകാര്യമന്ത്രിയെ എന്ത് ചെയ്യുന്നതിനാണ് എന്നുള്ളത് വ്യക്തമല്ലേ? രക്ഷപ്പെടുത്തുന്നതിനാണെന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ആ വസ്തുതകൾ മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം മാധ്യമങ്ങളിൽ വന്നതാണ്. പ്രതിപക്ഷത്തിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. പ്രതിപക്ഷം അതിൽ നിന്നുള്ള ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിഗമനം തെളിത്തും, അത് സംശയമില്ല. അങ്ങനെയാണ് പ്രതിപക്ഷം ഇതിലെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ ഓരോരുത്തരെയായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയാണ്. ഏത് കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചാലും അത് നിങ്ങളുടെ കാലത്ത്, നിങ്ങളുടെ ഭരണകാലത്ത് എന്ന് പറഞ്ഞ് അതിനെല്ലാം സമാധാനം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നയം തന്നെയാണ്. VM സുധീരനെ വെട്ടാൻ കൊണ്ടുവന്ന മദ്യനയത്തിൽ ചില തിരുത്തലുകളൊക്കെ വരുത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നീക്കം. അത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ മിടുക്കൻ അച്ചുമാമനാണ്. മദ്യനയം മാറ്റുന്നതായി മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പ്രസ്താവന നടത്തി. ഇന്ന് മനോരമ അത് ലീഡ് വാർത്തയായി നൽകിയിട്ടുമുണ്ട്. സർ, നിങ്ങളുടെ പത്രമാണല്ലോ മനോരമ, അല്ല നമ്മുടെ പത്രം മനോരമ ഈ വാർത്തയിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സർ, മുതലാളിമാരുമായി സർക്കാരിൻ്റെ ഒത്തുകളിയെ തുടർന്നാണ് മദ്യനയം മാറ്റുന്നതെന്നാണ്. സർ, ഇത് എന്ത് നയവും
നയമാറ്റവുമാണ്. വായിൽ തോന്നിയത് കോളയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെയല്ലേ സാർ മുഖ്യമന്ത്രി ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊണ്ടുവന്ന് നയം പ്രഖ്യാപിച്ചത്? ഒരു കീറക്കടലാസിൽ മുഖ്യമന്ത്രി നയം പ്രഖ്യാപിക്കുന്നു, പിന്നെ കുറെ നാടകം കളിക്കുന്നു, ഇപ്പോൾ വീണ്ടും ഏകപക്ഷീയമായി നയം മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതെന്താണ് സാർ? ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അപ്പുറത്തിരിക്കുന്ന എന്റെ സ്നേഹിതന്മാർക്ക് ഒരു നാണവും തോന്നുന്നില്ലേ? ഇതൊക്കെ ഓർഡറിലാണോ സാർ? ഓർഡറിലാണോ? സാറ് പത്രത്തിൽ വന്നതിന് എനിക്ക് മറുപടി പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞതിന് ഞാൻ പറയാം. സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഭയിൽ നയം പ്രഖ്യാപിക്കാതെ വാർക്കോഴയിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ നടത്തിയ നടപടി, സാർ അങ്ങ് പറഞ്ഞിരിക്കുന്നത് സഭയ്ക്ക് പുറത്ത് ഞാൻ എന്തോ പറഞ്ഞു എന്നാ. പക്ഷേ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി മദ്യനയം മാറ്റുന്നതായി പ്രസ്താവന നടത്തി. ബാർ മുതലാളിമാരുമായി ഒത്തുകളിച്ച് കേസ് ഒത്തുതീർപ്പിലെത്തിക്കുന്നതിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ നടത്തിയത്. സാർ ഇതിൽ ഏതിനാ ഞാൻ പറയേണ്ടത്? ആദ്യം പറഞ്ഞിരിക്കുന്ന ഞാൻ നിയമസഭയെ പറഞ്ഞതിനെ കുറിച്ച്, അവസാനം എഴുതിയിരിക്കുന്നു സഭ നടന്നുകൊണ്ടിരിക്കുമ്പം നിയമസഭയ്ക്ക് പുറത്ത്. അങ്ങ് തന്നെ പറ, ഏതിന് പറയണം ഞാൻ? രണ്ടിലും അങ്ങ് പറഞ്ഞതാണല്ലോ. രണ്ടും പറഞ്ഞോ, അല്ലെങ്കിൽ അങ്ങക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ? അത് സാറ് അങ്ങ് ഇത് രണ്ടും ഒരേ കടലാസിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഏതായാലും ഏത് കടലാസ് വായിച്ചാലും നേരത്തെ വായിച്ചു നോക്കി അതെല്ലാം മനസ്സിലാക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അത് പറയാം. സാറ് ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന്റെ ഏതാനും ഭാഗങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞിട്ട് അതിനോരോ വ്യാഖ്യാനങ്ങൾ കൊടുത്താൽ എനിക്കതിന് ഉത്തരവാദിത്വമില്ല. ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചതൊന്നുമല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളെടുത്ത നിലപാടാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സാർ ബിവറേജസ് കോർപ്പറേഷനിൽ പുതിയതായിട്ട് ഒറ്റ ഔട്ട്ലെറ്റ് പോലും കൊടുക്കുകയല്ലെന്ന് തീരുമാനിച്ചു. ഒരു ഔട്ട്ലെറ്റ് കൊടുത്തില്ല. കാരണം ഞങ്ങള് ആലോചിച്ചുറച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങളുടെ കാലത്ത് എത്ര എണ്ണം കൊടുത്തു? 50 പേർക്ക് 50 ബാറിന് ലൈസൻസ് കൊടുത്തത് ഓർക്കുന്നില്ലേ? 50 ബാറുകാർക്ക് ലൈസൻസ്. ഞങ്ങളന്ന് ബാറിന് കൊടുക്കത്തില്ലെന്നു പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ബിവറേജസ് കോർപ്പറേഷൻ സാർ അതിന്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് പോലും ഞങ്ങൾ തുടങ്ങത്തില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും കള്ളനും പോലീസും കളി തുടരുകയാണെങ്കിലും മാണി സാർ കോഴ വാങ്ങിയതിൽ സംശയമില്ലാത്ത മറ്റു ചിലരുണ്ട്. വലിയൊരു ആരോപണം ഇതിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. 20 കോടി രൂപയാണ് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വ്യത്യസ്തമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുള്ള തീരുമാനമെടുത്തു, അത് കൊടുത്തു ധനകാര്യമന്ത്രിക്ക് ഒരു ഭാഗം. നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു. അത് നിഷേധിക്കുകയും ചെയ്തു. ഇന്ന് ഈ മദ്യനിരോധനത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല ഈ കോഴ വാങ്ങിയെന്ന്. ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ നിർബന്ധിതരാകുകയാണ്. ഈ കോഴ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇല്ല എങ്കിൽ ഈ നിരോധനത്തിൽ നിന്ന് പിൻവാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മദ്യനിരോധന കാര്യത്തിൽ കുഞ്ഞുമാണിയും ഒക്കെ നടത്തുന്ന കള്ളക്കളി മനസ്സിലായെന്നാണ് താമരശ്ശേരി ബിഷപ്പ് പറയുന്നത്. തൽക്കാലം ഇടവേള. റൺ കേരള റൺ എല്ലാ അർത്ഥത്തിലും. അതിനും മുന്നത്തെ വർഷങ്ങളിൽ റിലീസ് ചെയ്യാത്ത എത്രയോ സിനിമകളുണ്ട്. ഓരോന്ന് തീർന്നോണ്ടിരിക്കും. അതും കൂടെ ഉൾപ്പെടേണ്ടതല്ലേ? 6 ഫിപ്രസി മേടിച്ച ചില ആളുകൾ തന്നെയാണ് ഇനി ഫിപ്രസി വേണ്ട എന്ന് പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല.